പഞ്ചായത്തുകൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചതിലും ഒന്നാം ഗഡു തുക അനുവദിക്കാതെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്നതിലും പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 1 ശനിയാഴ്ച 10 മണിക്ക് കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും എന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാളെ 1/8/2019 കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് LDFന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തുകയാണ്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം 2025 പ്ലാൻ ഫണ്ട് അനുവദിച്ച് 10,189 കോടി രൂപ. എന്നാൽ ഇത്തവണ 8,655 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. 1,534 കോടി രൂപയുടെ കുറവാണ് ഇത്തവണ പ്ലാൻ ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്. അതിൽ കരുളായി പഞ്ചായത്തിന് 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടിയിരുന്ന, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം കൊടുക്കേണ്ടിയിരുന്ന മൂന്നാം ഗഡു ഇടതുപക്ഷ സർക്കാർ കൊടുക്കാൻ വെച്ചത് 2 തവണ ഇലക്ഷൻ കമ്മീഷന് നടപടി ചട്ടപ്രകാരമുള്ള ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആവശ്യപ്പെട്ടു, 2 തവണ ആവശ്യപ്പെട്ടു. 2 തവണയും നിരാകരിക്കുകയത് ഇലക്ഷൻ കമ്മീഷൻ. അതിനുശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് ആ മൂന്നാം ഗഡുവും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആ മൂന്നാം ഗഡുവിനടക്കമുള്ള 6,000 കോടി സംസ്ഥാന ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇറങ്ങിപ്പോയത്. അത് ധവളപത്രത്തിൽ അവർ സമ്മതിച്ചുമാണ് 6,000 കോടിയോളം രൂപയുണ്ട്. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം ഗഡുവും കൊടുത്തിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ, പ്രത്യേകിച്ച് ലൈഫിൻ്റെ വീടിൻ്റെ മൂന്നാം ഗഡു കിട്ടാനുണ്ട്. വീട് റിപ്പയറിന് അതിനനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ, അതായത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ്. ഡോക്ടർമാർക്ക് ശമ്പളമില്ല. അതുപോലെ തന്നെ നഴ്സുമാർക്ക് പരിരക്ഷ എല്ലാം മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തും വിധമുള്ള ഒരു പ്രക്ഷോഭമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി LDF നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണിത്. പദ്ധതി വിഹിതം ലഭിക്കാത്തതിനാൽ വീട് റിപ്പയർ ചെയ്ത ഗുണഭോക്താക്കളും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും കടുത്ത ദുരിതത്തിലാണ്. വീട് റിപ്പയർ പ്രവൃത്തി പൂർത്തിയാക്കിയ കരുളായി പഞ്ചായത്തിലെ 36 ഗുണഭോക്താക്കൾ പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിൽക്കുന്നവരും ഒട്ടേറെയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ ലഭിക്കാത്തതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പെൻഷൻ പുതിയ സർക്കാർ വന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 21 ലക്ഷം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പദ്ധതിയാണ് നിർത്തലാക്കിയത്. ഈ വിഭാഗത്തിൽ കരുളായി പഞ്ചായത്തിൽ 2,100 സ്ത്രീകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തകർക്കുന്നതിനും ജനക്ഷേമ നടപടികൾ നിർത്തലാക്കുന്നതുമായ UDF സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ P. ബാലകൃഷ്ണൻ, J. രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹാരിസ് പനോലൻ, K. മനോജ്, സിദ്ദിഖ് വടക്കൻ, P. അബ്ദുൽ മജീദ് മാസ്റ്റർ, D. വേണുഗോപാലൻ എന്നിവർ പങ്കെടുത്തു.